ഹായ് ഫ്രണ്ട്സ്, ആർഡൻ ഡെൻ്റൽ സ്റ്റഡീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്കുലർ സപ്ലൈ ഓഫ് ഹെഡ് ആൻഡ് നെക്ക് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ആർട്ടറീസ് ആൻഡ് വെയിൻസിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. MDS പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കും അതിനോടൊപ്പം തന്നെ BDS സ്റ്റുഡൻസിനും ഈ വീഡിയോ ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എറേസ് ചെയ്ത് വരുന്ന ബോഡിയിലെ ലാർജസ്റ്റ് ആർട്ടറിയാണ് അയോട്ട എന്ന് പറയുന്നത്. സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജിൻ്റെ ലെവലിൽ നിന്നാണ് ഇവ എറേസ് ചെയ്യുന്നത്. മുകളിലേക്ക് അസെൻഡ് ചെയ്ത് വരുന്ന അയോട്ട വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കെയിൻ ഷേപ്പ്ഡ് കർവ് ഫോം ചെയ്യുകയും അതിനുശേഷം താഴേക്ക് ഡിസെൻഡ് ചെയ്ത് പോവുകയുമാണ് ചെയ്യുന്നത്. മുകളിലേക്ക് അസെൻഡ് ചെയ്ത് വരുന്ന അയോട്ടയുടെ ഈ പോർഷനെ നമുക്ക് അസെൻഡിങ് അയോട്ട എന്നും ഈ കെയിൻ ഷേപ്പ്ഡ് ബെൻഡിനെ നമുക്ക് ആർച്ച് ഓഫ് അയോട്ട എന്നും ഡിസെൻഡ് ചെയ്ത് താഴേക്ക് പോകുന്ന പോർഷനെ നമ്മൾ ഡിസെൻഡിങ് അയോട്ട എന്നും പറയുന്നു. ആർച്ച് ഓഫ് അയോട്ടയിൽ നിന്ന് 3 പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണ് എറേസ് ചെയ്യുന്നത്. ഒന്ന് ബ്രേക്കിയോസെഫാലിക് ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. ഇതിൽ തന്നെ ബ്രേക്കിയോസെഫാലിക് ആർട്ടറി വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്യുകയും റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ആൻഡ് റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതായത് കോമൺ കരോട്ടിഡ് ആർട്ടറിയും സബ്ക്ലേവിയൻ ആർട്ടറിയും റൈറ്റ് സൈഡിൽ ബ്രേക്കിയോസെഫാലിക് ആർട്ടറിയുടെ ബ്രാഞ്ചായിട്ടും ലെഫ്റ്റ് സൈഡിൽ ആർച്ച് ഓഫ് അയോട്ടയുടെ ഡയറക്റ്റ് ബ്രാഞ്ചായിട്ടുമാണ് എറേസ് ചെയ്യുന്നത്. നമുക്ക് ഇവയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ സബ്ക്ലേവിയൻ ആർട്ടറിയാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി എവിടെ നിന്നാണ് എറേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പർ ലിംബിൻ്റെ പ്രിൻസിപ്പൽ ആർട്ടറിയാണ് സബ്ക്ലേവിയൻ ആർട്ടറി എന്ന് പറയുന്നത്. നെക്കിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചുകൾക്ക് സെയിം കോഴ്സ് തന്നെയാണ് ഉള്ളത്. സ്കെയിൽനസ് ആൻറ്റീരിയർ എന്ന് പറയുന്ന മസിൽ ഇവയെ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇവയ്ക്ക് 4 പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണുള്ളത്. വെർട്ടിബ്രൽ ആർട്ടറി, ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി, തൈറോ സെർവൈക്കൽ ട്രങ്ക് ആൻഡ് കോസ്റ്റോ സെർവൈക്കൽ ട്രങ്ക്. ഇവയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ C എന്ന് പറയുന്ന കോഡ് നമുക്ക് യൂസ് ചെയ്യാം. V ഫോർ വെർട്ടിബ്രൽ ആർട്ടറി, I ഫോർ ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി, T ഫോർ തൈറോ സെർവൈക്കൽ ട്രങ്ക് ആൻഡ് C ഫോർ കോസ്റ്റോ സെർവൈക്കൽ ട്രങ്ക്. ഈ ഓരോ ബ്രാഞ്ചസിനെ പറ്റി നമുക്ക് കുറച്ചൊരു ഡീറ്റെയിൽസും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ വെർട്ടിബ്രൽ ആർട്ടറിയാണ്. സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ലാർജസ്റ്റ് ബ്രാഞ്ചാണ് വെർട്ടിബ്രൽ ആർട്ടറി എന്ന് പറയുന്നത്. ബ്രെയിനെ സപ്ലൈ ചെയ്യുന്ന 2 പ്രിൻസിപ്പൽ ആർട്ടറിയിൽ ഒന്നാണ് വെർട്ടിബ്രൽ ആർട്ടറി. മറ്റൊന്നെന്ന് പറയുന്നത് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയാണ്. ബ്രെയിനിനെ കൂടാതെ സ്പൈനൽ കോഡ്, മെനിഞ്ചസ്, സപ്പോർട്ടിംഗ് മസിൽസ് ആൻഡ് ബോൺസിനെയും ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. എറേസ് ചെയ്തു വരുന്ന വെർട്ടിബ്രൽ ആർട്ടറി 6th വെർട്ടിബ്രയുടെ ഫൊറാമൻ ട്രാൻസ്വേഴ്സ് ഏരിയത്തിൽ എൻ്റർ ചെയ്ത് ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്ര വരെ അസെൻഡ് ചെയ്തു പോകുന്നു. അതിനുശേഷം ഫൊറാമൻ മാഗ്നം വഴി ക്രേനിയൽ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. ഫൊറാമൻ ട്രാൻസ്വേഴ്സ് ഏരിയത്തിൽ എൻ്റർ ചെയ്യുന്ന പോർഷനിൽ ഇവ സ്റ്റെല്ലേറ്റ് ഗാംഗ്ലിയോൺ അല്ലെങ്കിൽ ഇൻഫീരിയർ ഗാംഗ്ലിയോണുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഈ വെർട്ടിബ്രൽ ആർട്ടറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്രാനിയൽ ബ്രാഞ്ചസ് ആണ് ആൻറ്റീരിയർ സ്പൈനൽ ആർട്ടറി, പോസ്റ്റീരിയർ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറി, പോസ്റ്റീരിയർ സ്പൈനൽ ആർട്ടറി, പിന്നെ മെഡുലറി ബ്രാഞ്ചസും മെനിഞ്ചൽ ബ്രാഞ്ചസും ഇവയ്ക്കുണ്ട്. ഇതിൽ ഫസ്റ്റ് ഇൻട്രാക്രാനിയൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സ്പൈനൽ ആർട്ടറിയും ലാർജസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറിയുമാണ്. ക്രേനിയത്തിൽ എൻ്റർ ചെയ്ത് കഴിയുന്ന വെർട്ടിബ്രൽ ആർട്ടറി പോൺസിൻ്റെ ലോവർ ബോർഡറിൽ വെച്ച് ഓപ്പോസിറ്റ് ബ്രാഞ്ചുമായിട്ട് ജോയിൻ ചെയ്യുകയും ബേസിലാർ ആർട്ടറി ഫോം ചെയ്യുകയും ചെയ്യുന്നു. ബ്രെയിൻ സ്റ്റെമ്മിനെ സപ്ലൈ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആർട്ടറിയാണ് ബേസിലാർ ആർട്ടറി എന്ന് പറയുന്നത്. ഇതൊരു അൺപെയർഡ് ആർട്ടറിയാണ്. ബേസിലാർ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ഇവിടെ നിന്ന് എറേസ് ചെയ്യും. ബേസിലാർ ആർട്ടറി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറയുന്നത്. സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള ബേസിലാർ ആർട്ടറിയും കോമൺ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും ചേർന്നിട്ടാണ് സർക്കിൾ ഓഫ് വില്ലിസ് ഫോം ചെയ്യുന്നത്. വീഡിയോയിൽ ശ്രദ്ധിക്കാം. പിക്ചറിൽ നമുക്ക് വെർട്ടിബ്രൽ ആർട്ടറി കാണാം, അവയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള ആൻറ്റീരിയർ സ്പൈനൽ ആർട്ടറി കാണാം, പോസ്റ്റീരിയർ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറി കാണാം, വെർട്ടിബ്രൽ ആർട്ടറി ജോയിൻ ചെയ്തുണ്ടാകുന്ന ബേസിലാർ ആർട്ടറിയും അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള സുപ്പീരിയർ സെറിബെല്ലാർ ആർട്ടറി, ആൻറ്റീരിയർ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറിയും പിന്നെ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി, അതിൻ്റെ ബ്രാഞ്ചായിട്ടുള്ള ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി, അവയെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി,
എന്നിവയും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഇതിൽ തന്നെ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയെ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ബേസിലാർ ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുമായി ജോയിൻ ചെയ്യിപ്പിക്കുന്നതോടെ ഫോം ചെയ്യുന്നതാണ് സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറയുന്നത്. കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ റെഗുലേറ്റ് ചെയ്യിപ്പിക്കുകയും ഏതെങ്കിലും ആർട്ടറി ഒക്ലൂഡഡ് ആകുമ്പോൾ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകാതെ ബ്ലഡിനെ ഷണ്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറിയാണ്. ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാമറി ആർട്ടറിയാണ് ബ്രസ്റ്റിനെയും അതുപോലെ തന്നെ ആൻറ്റീരിയർ ചെസ്റ്റിനെയും സപ്ലൈ ചെയ്യുന്നത്. സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ഒരു സപ്ലൈ ചെയ്യുന്ന സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി എന്ന് പറയുന്നത്. തൈമസ്, മീഡിയസ്റ്റൈനം, സ്റ്റേണം എന്നിവയും ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവയുടെ രണ്ട് പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണ് മസ്കുലോ ഫ്രെനിക് ആർട്ടറിയും അതുപോലെ തന്നെ സുപ്പീരിയർ എപ്പിഗ്യാസ്ട്രിക് ആർട്ടറിയും. മസ്കുലോ ഫ്രെനിക് ആർട്ടറിയാണ് ഡയഫ്രത്തെ സപ്ലൈ ചെയ്യുന്നത്. അതേസമയം സുപ്പീരിയർ എപ്പിഗ്യാസ്ട്രിക് ആർട്ടറി ഡയഫ്രത്തെ പിയേഴ്സ് ചെയ്തുകൊണ്ട് താഴേക്ക് ഡിസെൻഡ് ചെയ്ത് പോവുകയും ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിൻ്റെ സ്കിൻ ആൻഡ് മസിൽസിനെ സപ്ലൈ ചെയ്യുകയും ചെയ്യും. തേർഡ് വൺ തൈറോ സെർവൈക്കൽ ട്രങ്ക് ആണ്. ഇവയ്ക്ക് 3 ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസുകളാണുള്ളത്. ഒന്ന് സുപ്രാസ്കാപ്പുലർ, ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി ആൻഡ് ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ആർട്ടറി. ഇവയ്ക്ക് നമ്മൾ സിറ്റ് എന്ന് പറയുന്ന കോഡ് കൊടുക്കാം. എസ് ഫോർ സുപ്രാസ്കാപ്പുലർ, ഐ ഫോർ ഇൻഫീരിയർ തൈറോയ്ഡ് ആൻഡ് ടി ഫോർ ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ. ഫസ്റ്റ് വൺ സുപ്രാസ്കാപ്പുലർ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്കാപ്പുലയുടെ സുപ്പീരിയർ ബോർഡർ വരെയാണ് ഇവയുടെ ബ്രാഞ്ചസ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ, ആക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ്, ക്ലാവിക്കിൾ എന്നിവയും ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറിയാണ്. തൈറോ സെർവൈക്കൽ ട്രങ്കിൻ്റെ തന്നെ ലാർജസ്റ്റ് ബ്രാഞ്ചാണ് ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിനോടൊപ്പം തന്നെ നെക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ എല്ലാം തന്നെ ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് അസെൻഡിങ് സെർവൈക്കൽ ആർട്ടറി, ഇൻഫീരിയർ ലാറിഞ്ചൽ ആർട്ടറി, അതുപോലെ തന്നെ ഈസോഫാഗസ്, ട്രക്കിയ, ഫാരിങ്സ്, ഇൻഫ്രാഹയോഡ് മസിൽസ്, ഇൻഫീരിയർ കൺസ്ട്രിക്റ്റിനെ എല്ലാം ഇവയുടെ ബ്രാഞ്ചസുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറിയുടെ ടെർമിനൽ ബ്രാഞ്ച് റെക്കറൻറ്റ് ലാറിഞ്ചൽ നെർവിനോട് വളരെ അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തൈറോയ്ഡക്ടമി പോലെയുള്ള സർജറി ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇവയെ ലിഗേറ്റ് ചെയ്യേണ്ടതായിട്ട്. അതുപോലെ തന്നെ സുപ്രാസ്റ്റേണൽ സ്പേസിൽ നമുക്ക് ഇവയുടെ പൾസേഷൻ ഫീൽ ചെയ്യാനായിട്ടും സാധിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ കൂടിയാണ്. ആൻഡ് തേർഡ് വൺ ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ആർട്ടറിയാണ്. പോസ്റ്റീരിയർ ട്രയാങ്കിളിൽ എത്തുമ്പോൾ ഇവയെ ട്രപ്പീസിയസ് മസിലിൻ്റെ ആൻറ്റീരിയർ ബോർഡർ ഡീപ്പ് ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ എന്നും സൂപ്പർഫിഷ്യൽ ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ബ്രാഞ്ചസുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ കോസ്റ്റോ സെർവൈക്കൽ ട്രങ്ക്. ഫസ്റ്റ് റിബിൻ്റെ ലെവലിൽ നിന്ന് എറേസ് ചെയ്തു വരുന്ന സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് കോസ്റ്റോ സെർവൈക്കൽ ആർട്ടറി എന്ന് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണ് ഇവയ്ക്കുള്ളത്. ഒന്ന് സുപ്പീരിയർ ഇൻ്റർകോസ്റ്റലും മറ്റൊന്ന് അസെൻഡിങ് ഡീപ്പ് സെർവൈക്കൽ ആർട്ടറിയും. ഇവയെ നമുക്ക് സിഡ് എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കാം. SI ഫോർ സുപ്പീരിയർ ഇൻ്റർകോസ്റ്റൽ ആൻഡ് ഡീപ്പ് ഫോർ അസെൻഡിങ് ഡീപ്പ് സെർവൈക്കൽ. സുപ്പീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി ഡിവൈഡ് ചെയ്ത് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി ആയിട്ട് ഫോം ചെയ്യും. ഇവ ഫസ്റ്റ് 2 ഇൻ്റർകോസ്റ്റൽ സ്പേസസിലുള്ള മസിൽസിനെയും ടിഷ്യൂസിനെയുമാണ് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഡീപ്പ് സെർവൈക്കൽ ആർട്ടറി നെക്ക് ആൻഡ് അപ്പർ ബാക്കിലെ മസിൽസിനെ സപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്പൈനൽ കോഡിൻ്റെ സെർവൈക്കൽ പാർട്ടിനെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവ ഓക്സിപിറ്റൽ ആൻഡ് വെർട്ടിബൽ ആർട്ടറിയുമായിട്ട് അനസ്തമോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയുമാണ് സബ്ക്ലേവിയൻ ആർട്ടറി. നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ആയിട്ടുള്ള കോമൺ കരോട്ടിഡ് ആർട്ടറിയിലേക്ക് കടക്കാം. കോമൺ കരോട്ടിഡ് ആർട്ടറി ആർച്ച് ഓഫ് അയോട്ട ആൻഡ് ബ്രാക്യോസെഫാലിക് ട്രങ്കിൽ നിന്ന് എറേസ് ചെയ്തു വരുന്ന റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി നെക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിം കോഴ്സ് തന്നെയാണുള്ളത്. നമ്മൾ നേരത്തെ സബ്ക്ലേവിയൻ ആർട്ടറിയുടെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫോർത്ത് സെർവൈക്കൽ വെർട്ടിബ്ര അല്ലെങ്കിൽ അപ്പർ ബോർഡർ ഓഫ് തൈറോയ്ഡ് കാർട്ടിലേജിൻ്റെ ലെവലിൽ വെച്ച് കോമൺ കരോട്ടിഡ് ആർട്ടറി 2 ബ്രാഞ്ചസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ 2 ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ആണ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയും ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും. ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബിഗിനിങ് പോർഷനിൽ ഒരു ഡയലേഷൻ കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ കരോട്ടിഡ് സൈനസ് എന്ന് പറയുന്നത്. ഇതൊരു ബാരോ റിസപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു പ്രഷർ റിസപ്റ്ററായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ BP റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കോമൺ കരോട്ടിഡ് ആർട്ടറിയുടെ പോസ്റ്റീരിയർ സർഫസിൽ കാണുന്ന മറ്റൊന്നാണ് കരോട്ടിഡ് ബോഡി എന്ന് പറയുന്നത്. ഇതൊരു കീമോ റിസപ്റ്ററാണ്. നമ്മൾ ഇറ്റ് ഈസ് റിച്ച്ലി സപ്ലൈഡ് ബൈ ഗ്ലോസോഫെരിഞ്ചൽ നെർവ്. അതുപോലെ തന്നെ വാഗസും സിമ്പത്തറ്റിക് നെർവ്സും എല്ലാം ഇവയെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓക്സിജൻ
കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ pH ചേഞ്ചിനനുസരിച്ചിട്ടാണ് ഇവ റെസ്പോണ്ട് ചെയ്യുന്നത്. നമുക്കിനി കോമൺ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസുകളെ കുറിച്ച് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ്. കോമൺ കരോട്ടിഡ് ആർട്ടറിയുടെ 2 ടെർമിനൽ ബ്രാഞ്ചസുകളിൽ ഒന്നാണ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞു. നെക്കിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഫേസിലുമുള്ള സ്ട്രക്ചേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ചീഫ് ആർട്ടറിയാണ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്. കരോട്ടിഡ് ട്രയാങ്കിളിൽ വെച്ചിട്ടാണ് ഇവ ഒറിജിൻ ചെയ്യുന്നത്. കരോട്ടിഡ് ട്രയാങ്കിളിന് പുറത്തു വരുന്ന ഇവ പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഡീപ്പ് സൈഡിലേക്ക് എൻറ്റർ ചെയ്യുകയും അവിടെ വെച്ച് ബ്രാഞ്ചസ് ഫോം ചെയ്യുകയും ചെയ്യും. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസുകളെ പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. വീഡിയോയിൽ കോമൺ കരോട്ടിഡ് ആർട്ടറി, അതിൻ്റെ ബൈഫർക്കേഷൻസ് ആയിട്ടുള്ള എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയും ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആയ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി, ലിംഗ്വൽ ആർട്ടറി, ഫേഷ്യൽ ആർട്ടറി, ഓക്സിപിറ്റൽ ആർട്ടറി, പോസ്റ്റീരിയർ ഓറിക്കുലർ ആർട്ടറി, അസെൻഡിങ് ഫെരിഞ്ചൽ ആർട്ടറി, മാക്സിലറി ആർട്ടറി ആൻഡ് സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറി എന്നിവയും നമുക്ക് കാണാനായി സാധിക്കും. ഇതിൽ തന്നെ ഈ ബ്രാഞ്ചസിനെ നമുക്ക് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി, ലിംഗ്വൽ ആർട്ടറി ആൻഡ് ഫേഷ്യൽ ആർട്ടറി എന്നിവ ചേർന്ന് ഫോം ചെയ്യുന്നതാണ് ആൻറ്റീരിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്സിപിറ്റൽ ആർട്ടറിയും പോസ്റ്റീരിയർ ഓറിക്കുലർ ആർട്ടറിയും പോസ്റ്റീരിയർ ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അസെൻഡിങ് ഫെരിഞ്ചൽ ആർട്ടറിയെ നമ്മൾ മീഡിയൻ ഗ്രൂപ്പായിട്ടും മാക്സിലറി ആൻഡ് സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറിയെ നമ്മൾ ടെർമിനൽ ബ്രാഞ്ചസുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കിനി ഓരോ ബ്രാഞ്ചസുമായി സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ആൻഡ് ഫസ്റ്റ് വൺ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി ബിലോ ദ ലെവൽ ഓഫ് ഗ്രേറ്റർ കോർണർ ഓഫ് ഹയോയിഡ് ബോണിൽ നിന്നാണ് ഇവ എറൈസ് ചെയ്തു വരുന്നത്. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഫസ്റ്റ് ബ്രാഞ്ചാണ് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിനെയാണ് ഇവ പ്രധാനമായിട്ടും സപ്ലൈ ചെയ്യുന്നത്. ഇൻഫ്രാഹയോഡ് ആർട്ടറി, സുപ്പീരിയർ ലാറിഞ്ചൽ ആർട്ടറി, ക്രിക്കോ തൈറോയ്ഡ് ആർട്ടറി എന്നിവയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് എക്സ്റ്റേണൽ ലാറിഞ്ചൽ നെർവുമായി വളരെ ചേർന്നാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തൈറോയ്ഡക്ടമി സർജറി ചെയ്യുന്ന സമയത്ത് ഇവയെ ലിഗേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രൊഫ്യൂസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവും. അതുപോലെ ലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ ലാറിഞ്ചൽ നെർവിന് ഡാമേജ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ ഗ്ലാൻഡിനോട് ചേർത്ത് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറിയും റെക്കറന്റ് ലാറിഞ്ചൽ നെർവും തമ്മിൽ ഡൈവേർജ് ചെയ്യുന്ന ഒരു പോർഷനിൽ വെച്ചിട്ടാണ് ഇവയെ ലിഗേറ്റ് ചെയ്യുന്നത്. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിനോട് ചേർത്ത് വേണം ഇവയെ ലിഗേറ്റ് ചെയ്യാൻ. സെക്കൻഡ് വൺ ലിംഗ്വൽ ആർട്ടറി. ഗ്രേറ്റർ കോർണർ ഓഫ് ഹയോയിഡ് ബോണിൻ്റെ ടിപ്പിന് ഓപ്പോസിറ്റായിട്ട് എറൈസ് ചെയ്യുന്ന വളരെ ടോർട്ടോസ് ആയിട്ടുള്ള കോഴ്സുള്ള ഒരു ആർട്ടറിയാണ് ലിംഗ്വൽ ആർട്ടറി എന്ന് പറയുന്നത്. ഹയോഗ്ലോസസ് മസിൽ ഇവയെ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കരോട്ടിഡ് ട്രയാങ്കിളിലാണ് ഇരിക്കുന്നത്. ഇവയെ ഹൈപ്പോഗ്ലോസൽ നെർവ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിംഗ്വൽ ലൂപ്സ് ഹയോയിഡ് ബോണിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഗ്ലോസെക്ടമി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ടിൻ്റെ അവിടെ വെച്ചിട്ടാണ് ബാക്കി ബ്രാഞ്ചസ് എറൈസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിവയെ ലിഗേറ്റ് ചെയ്യുകയും ചെയ്യണം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹയോഗ്ലോസസ് മസിലിന് ഡീപ്പായിട്ടും തേർഡ് പാർട്ടിനെ നമ്മൾ ഡീപ്പ് ലിംഗ്വൽ ആർട്ടറി അല്ലെങ്കിൽ ആർട്ടീരിയ പ്രൊഫോണ്ട ലിംഗ്വേ എന്നുമാണ് പറയുന്നത്. ടങ്ങിനെയും അതുപോലെ തന്നെ ഫ്ലോർ ഓഫ് മൗത്തിനെയുമാണ് ഇവ സപ്ലൈ ചെയ്യുക. ഡീപ്പ് ലിംഗ്വൽ, ഡോർസൽ ലിംഗ്വൽ, സബ് ലിംഗ്വൽ എന്നീ ബ്രാഞ്ചുകളാണ് ഇവയ്ക്കുള്ളത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫേഷ്യൽ ആർട്ടറി. ഫേഷ്യൽ ആർട്ടറിയെ നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, എക്സ്റ്റേണൽ മാക്സിലറി ആർട്ടറി എന്ന് നമ്മളിവയെ പറയാറുണ്ട്. ഇതെന്ന് പറയുന്നത് ചീഫ് ആർട്ടറി ഓഫ് ഫേസ് ആണ്. ഗ്രേറ്റർ കോർണർ ഓഫ് ഹയോയിഡ് ബോണിൻ്റെ ടിപ്പിന് എബവ് ലെവലിൽ നിന്നാണ് ഇവ ഈ ഫേഷ്യൽ ആർട്ടറി എറൈസ് ചെയ്യുന്നത്. ഇവയും ലിംഗ്വൽ ആർട്ടറി പോലെ തന്നെ വളരെ ടോർട്ടോസ് ആയിട്ടുള്ള ഒരു കോഴ്സുള്ള ഒരു ആർട്ടറിയാണ്. ഇത് ഫേസിൽ മാൻഡിബിൾ, ലിപ്സ്, ചീക്സ് എന്നിവയുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. അതുവഴി മാസ്റ്റിക്കേഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നിവ ചെയ്യുമ്പോഴത്തേക്കും ഇവയ്ക്ക് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്കിലാണെന്നുണ്ടെങ്കിൽ ഡെഗ്ലൂട്ടേഷൻ സമയത്തുള്ള ഫാരിങ്സിൻ്റെ മൂവ്മെൻറ്റിനെ ഇവ അഫക്റ്റ് ചെയ്യത്തില്ല. ഇവയുടെ ബ്രാഞ്ചിനെ സെർവൈക്കൽ ബ്രാഞ്ച് എന്നും ഫേഷ്യൽ ബ്രാഞ്ച് എന്നും തിരിക്കാം. സെർവൈക്കൽ ഏരിയയിൽ അസെൻഡിങ് പാലറ്റൈൻ, ടോൺസില്ലർ ബ്രാഞ്ച്, സബ്മെൻ്റൽ ബ്രാഞ്ച്, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ബ്രാഞ്ചസ് ഓഫ് സബ്മാൻഡിബുലാർ ഗ്ലാൻഡും അതുപോലെ തന്നെ ലിംഫ് നോഡ്സിനെയും ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേഷ്യൽ ബ്രാഞ്ചസ് വരുമ്പോഴത്തേക്കും സുപ്പീരിയർ ലാബിയൽ, ഇൻഫീരിയർ ലേബിയൽ, ലാറ്ററൽ നേസൽ എന്നിങ്ങനെയും തിരിക്കാം. ഇതിൽ സുപ്പീരിയർ ലാബിയൽ എന്ന് പറയുന്നത് അപ്പർ ലിപ്പിനെയും അതുപോലെ തന്നെ ആൻറ്റീരിയോ ഇൻഫീരിയർ പാർട്ട് ഓഫ് ദ നേസൽ സെപ്റ്റത്തിനെയുമാണ് സപ്ലൈ ചെയ്യുന്നത്.
ഇൻഫീരിയർ ലാബിൽ എന്ന് പറയുന്നത് ലോവർ ലിപ്പിനെയും ലാറ്ററൽ നേസൽ എന്ന് പറയുന്നത് അല ആൻഡ് ഡോൾസം ഓഫ് നോസിനെയാണ് സപ്ലൈ ചെയ്യുക. ഫേസിൽ തന്നെ സുപ്പീരിയർ ലാബിയൽ ബ്രാഞ്ച് ആൻറ്റീരിയോ ഇൻഫീരിയർ പാർട്ട് ഓഫ് നേസൽ സെപ്റ്റത്തിൽ വെച്ച് മാക്സിലറി ആർട്ടറിയുടെ സ്പീനോ പാലറ്റൈൻ ആർട്ടറിയുമായിട്ട് അനസ്തമോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ലിറ്റിൽസ് ഏരിയ അല്ലെങ്കിൽ കിസൽ ബാക്സ് ഏരിയ എന്ന് പറയുന്നത്. ഇത് ഒരു കോമൺ സൈറ്റ് ഓഫ് ബ്ലീഡിംഗ് ഫ്രം നോസ് ആണ്. അതുപോലെ തന്നെ നെക്കിൽ നിന്നും ഫേസിലേക്ക് ഫേഷ്യൽ ആർട്ടറി എൻ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്യുന്നത് ആൻറ്റീരിയോ ഇൻഫീരിയർ ആംഗിൾ ഓഫ് മസീറ്ററിൻ്റെ അടുത്തുകൂടിയാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഫേഷ്യൽ ആർട്ടറിയെ പാൽപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് അല്ലാത്ത ഒരിടത്ത് സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് അനസ്തറ്റിസ്റ്റിന് സർജിക്കൽ ഏരിയയെ ഇൻ്റർഫിയർ ചെയ്യാതെ റേഡിയൽ പൾസിനെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അനസ്തറ്റിക് ആർട്ടറി എന്നുകൂടി വിളിക്കാം. മീഡിയൽ ആംഗിൾ ഓഫ് ഐ എത്തുന്ന സമയത്ത് ഈ ഫേഷ്യൽ ആർട്ടറിയുടെ ടെർമിനൽ ബ്രാഞ്ച് ഡോഴ്സൽ നേസൽ ബ്രാഞ്ച് ഓഫ് ഓഫ്താൽമിക് ആർട്ടറിയുമായിട്ട് അനസ്തമോസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഏരിയയിൽ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും അതേസമയം എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓക്സിപിറ്റൽ ആർട്ടറി. ഫേഷ്യൽ ആർട്ടറിക്ക് ഓപ്പോസിറ്റായിട്ട് എറേസ് ചെയ്യുന്ന എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചാണ് ഓക്സിപിറ്റൽ ആർട്ടറി എന്ന് പറയുന്നത്. പോസ്റ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗ്യാസ്ട്രിക്കിൻ്റെ ലോവർ ബോർഡറിനോട് ചേർന്നിട്ടാണ് ഇവർ റൺ ചെയ്യുന്നത്. സ്കാൽപ്പും അതുപോലെ തന്നെ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിലിനെയാണ് ഇവ സപ്ലൈ ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ പോസ്റ്റീരിയർ ഓറിക്കുലാർ ആർട്ടറിയാണ്. പോസ്റ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗ്യാസ്ട്രിക്കിൻ്റെ അപ്പർ ബോർഡറിനോട് ചേർന്നിട്ടാണ് ഇവ റൺ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിപിറ്റൽ ആർട്ടറി ലോവർ ബോർഡറിനോട് ചേർന്നിട്ടാണ് പോകുന്നത്, ഇത് അപ്പർ ബോർഡറിനോട് ചേർന്നിട്ടാണ് പോകുന്നത്. ഇവയുടെ ബ്രാഞ്ചസിൽ ഒന്നായിട്ടുള്ള സ്റ്റൈലോമാസ്റ്റോയിഡ് ബ്രാഞ്ച് സ്റ്റൈലോമാസ്റ്റോയിഡ് ഫൊറാമനിലേക്ക് എൻ്റർ ചെയ്യും. ഡൈഗ്യാസ്ട്രിക് മസിൽ, സ്റ്റൈലോഹയോയിഡ് മസിൽ, സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽസ്, പരോട്ടിഡ് ഗ്ലാൻഡ്, ടിംപാനിക് കാവിറ്റി, ഫേഷ്യൽ നെർവ്, മാസ്റ്റോയിഡ് ആൻട്രം സെൽസിനെയുമൊക്കെ ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. സിക്സ്ത് വൺ അസെൻഡിങ് ഫെരിഞ്ചൽ ആർട്ടറിയാണ്. മീഡിയൽ ബ്രാഞ്ചാണിത്. ഇവയുടെ ടെർമിനൽ ബ്രാഞ്ചായിട്ടുള്ള മെനിഞ്ചൽ ആർട്ടറി ഫൊറാമൻ ലെസീറം, ജുഗുലാർ ഫൊറാമൻ, ഹൈപ്പോഗ്ലോസൽ കനാൽ വഴി ക്രേനിയത്തിലേക്ക് എൻ്റർ ചെയ്യും. ഇവയുടെ തന്നെ ഫെറിഞ്ചൽ ആൻഡ് ഇൻഫീരിയർ ടിംപാനിക് ആർട്ടറി ബ്രാഞ്ചസ് ആണ് ഫാരിങ്സിനെയും അതുപോലെ തന്നെ മീഡിയൽ വാൾ ഓഫ് ടിംപാനിക് കാവിറ്റിയും എല്ലാം സപ്ലൈ ചെയ്യുന്നത്. സെവൻത് വൺ സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ സ്മോളസ്റ്റ് ടെർമിനൽ ബ്രാഞ്ചാണ് സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറി എന്ന് പറയുന്നത്. നെക്ക് ഓഫ് ദ മാൻഡിബിളിൻ്റെ ബിഹൈൻഡ് പോർഷനിൽ നിന്നാണ് ഇവ എറേസ് ചെയ്ത് വരുന്നത്. ഇവയുടെ ബ്രാഞ്ചസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഫ്രോണ്ടൽ ബ്രാഞ്ചസ് എന്നും അതുപോലെ തന്നെ പരേറ്റൽ ബ്രാഞ്ചസ് എന്നും. ഫ്രോണ്ടൽ ബ്രാഞ്ചസ് ഫോർഹെഡ് ഏരിയ സപ്ലൈ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇവ ഓഫ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചായ സുപ്രാ ഓർബിറ്റലും അതുപോലെ തന്നെ സുപ്രാ ട്രോക്ലിയർ ബ്രാഞ്ചുമായിട്ട് പോയി അനസ്തമോസ് ചെയ്യും. പരേറ്റൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ടെമ്പോറൽ ആൻഡ് പരേറ്റൽ റീജിയൻസിനെ സപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ചസുകളാണ് ഉള്ളത്. ഇവയും അതെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റീരിയർ ഓറിക്കുലാർ അല്ലെങ്കിൽ ഓക്സിപിറ്റൽ ആർട്ടറിയുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടുണ്ടാകുന്ന സൈഡ് ബ്രാഞ്ചസ് ആണ് ട്രാൻസ്വേഴ്സ് ഫേഷ്യൽ ആർട്ടറി, മിഡിൽ ടെമ്പോറൽ ആർട്ടറി, ആൻറ്റീരിയർ ഓറിക്കുലാർ ആർട്ടറി എന്ന് പറയുന്ന ബ്രാഞ്ചസുകൾ. അപ്പർ ആൻഡ് ലോവർ പാർട്സ് ഓഫ് ദ സ്കാൽപ്പിനെയാണ് ഈ സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറി സപ്ലൈ ചെയ്യുന്നത്. ഇതിൽ തന്നെ സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറിയും പോസ്റ്റീരിയർ ഓറിക്കുലാർ ആർട്ടറിയും നമ്മുടെ എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിൻ്റെ ഇത് നമ്മൾ ഔട്ടർ പാർട്ടുകളെയും അതേസമയം മാക്സിലറി ആർട്ടറിയുടെ ഡീപ്പ് ഓറിക്കുലാർ ബ്രാഞ്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിൻ്റെ ഇന്നർ പാർട്ടുകളെയുമാണ് സപ്ലൈ ചെയ്യുന്നത്. മാക്സിലറി ആർട്ടറി ലാർജസ്റ്റ് ടെർമിനൽ ബ്രാഞ്ചായ ഇവയ്ക്ക് ഒരു വൈഡ് ഡിസ്ട്രിബ്യൂഷനാണുള്ളത്. മാൻഡിബിളിൻ്റെ നെക്കിന് പോസ്റ്റീരിയർലിയാണ് ഇവ എറേസ് ചെയ്യുന്നത്. ഇവയെ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാൻഡിബുലാർ പാർട്ട്, ടെറിഗോയിഡ് പാർട്ട് ആൻഡ് ടെറിഗോ പാലറ്റൈൻ പാർട്ട്. നമുക്കതിൻ്റെ പിക്ചർ കാണാം. ഇതിൽ ലാറ്ററൽ ടെറിഗോയിഡ് മസിലിൻ്റെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവ എങ്ങനെയാണ് മാക്സിലറി ആർട്ടറിയെ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ മാൻഡിബുലാർ പാർട്ടിൽ നിന്ന് എറേസ് ചെയ്ത് വരുന്ന ബ്രാഞ്ചസ് ആണ് ഡീപ്പ് ഓറിക്കുലാർ, ആൻറ്റീരിയർ ടിംപാനിക്, മിഡിൽ മെനിഞ്ചൽ, ഇൻഫീരിയർ ആൽവിയോലാർ ആൻഡ് അസസറി മെനിഞ്ചൽ ബ്രാഞ്ച്.
സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ടെറിഗോയിഡ് പാർട്ട് പ്രധാനമായിട്ടും മസ്കുലർ ബ്രാഞ്ചസ് ആണ് ഇവിടെ നിന്ന് എറൈസ് ചെയ്യുന്നത്. മസീട്രിക്, ഡി ടെമ്പോറൽ, ടെറിഗോയിഡ് ആൻഡ് ബക്കൽ ബ്രാഞ്ചസുകൾ ഇവിടെ നിന്ന് എറൈസ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ട് അല്ലെങ്കിൽ ടെറിഗോ പാലറ്റൈൻ പാർട്ട് ഇവിടെ നിന്ന് എറൈസ് ചെയ്യുന്നതാണ് പോസ്റ്റീരിയർ സുപ്പീരിയർ ആൽവിയോലാർ, ഇൻഫ്രാ ഓർബിറ്റൽ, ഗ്രേറ്റർ പാലറ്റൈൻ, ഫെരീഞ്ചൽ, ആർട്ടറി ഓഫ് ടെറിഗോയിഡ് കനാൽ ആൻഡ് സ്പീനോ പാലറ്റൈൻ ബ്രാഞ്ചസ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പിക്ചർ കാണാം. ഈ പിക്ചറിൽ ഇവയുടെ ഈ ബ്രാഞ്ചസുകളെല്ലാം ഏത് ഫൊറാമൻ വഴിയാണ് എക്സിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ആദ്യത്തത് ഡീപ്പ് ഓറിക്കുലാർ ബ്രാഞ്ചാണ്. എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിൻ്റെ ഫ്ലോറിലുള്ള സ്കോർണോ ടിംപാനിക് ഫിഷർ വഴിയാണ് ഇവ പാസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിൻ്റെ ഇന്നർ പാർട്ടിനെയാണ് ഇവ സപ്ലൈ ചെയ്യുന്നതെന്ന്. TMJ, എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ്, ടിംപാനിക് മെംബ്രെയിനെയെല്ലാം ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആൻറ്റീരിയർ ടിംപാനിക് ബ്രാഞ്ചാണ്. മിഡിൽ ഇയറിനെയാണ് ഇവ സപ്ലൈ ചെയ്യുന്നത്. അടുത്ത മിഡിൽ മെനിഞ്ചൽ ബ്രാഞ്ച്. ഫൊറാമൻ സ്പൈനോസത്തിൽ കൂടെയാണ് ഇവ പാസ് ചെയ്ത് പോകുന്നത്. ഇവയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ബ്രാഞ്ചസുകളുണ്ട്, ഫ്രോണ്ടൽ ബ്രാഞ്ചും അതുപോലെ തന്നെ പരേറ്റൽ ബ്രാഞ്ചും. ഫ്രോണ്ടൽ ബ്രാഞ്ച് സെറിബ്രൽ കോർട്ടക്സിൻ്റെ മോട്ടോർ ഏരിയയുമായി റിലേറ്റഡ് ആണ്. ഇതൊരു കോമൺ സോഴ്സ് ഓഫ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് ആണ്. ഇതിൻ്റെ ഫലമായിട്ട് ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഹെമിപ്ലീജിയ ഉണ്ടാകുന്നു. പരേറ്റൽ ബ്രാഞ്ച് സെറിബ്രവുമായിട്ടാണ് റിലേറ്റഡ്. ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കോൺട്രാലാറ്ററൽ പാർട്ടിൻ്റെ ഡെഫ്നെസ്സിനെയാണ് കാരണമാകുന്നത്. നമ്മുടെ ഹെഡിൻ്റെ സൈഡിൽ കാണുന്ന ടീരിയോൺ എന്ന് പറയുന്ന ഏരിയയ്ക്ക് ഡീപ്പ് ആയിട്ടാണ് ഈ പരേറ്റൽ ബ്രാഞ്ച് ഉണ്ടാവുക. ലൂസിഡ് ഇൻ്റർവെൽസ് ആണ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. അതേസമയം ബ്ലഡ് സ്റ്റെയിൻഡ് CSF ആണ് സബ് അരക്കനോയിഡ് ഹെമറേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അസസറി മെനിഞ്ചലാണ്. ഫൊറാമൻ ഒവെയിൽ വഴിയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇൻഫ്രാ ടെമ്പോറൽ ഫോസയാണ് ഇവ പ്രധാനമായിട്ടും സപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഇൻഫീരിയർ ആൽവിയോലാർ ആർട്ടറിയാണ്. മാൻറ്റിബുലാർ ഫൊറാമൻ വഴിയാണ് ഇവ പാസ് ചെയ്യുന്നത്. ഇവയുടെ ബ്രാഞ്ചസ് ആണ് മൈലോഹയോഡ് ബ്രാഞ്ച്, ഇൻസിസീവ് ബ്രാഞ്ച്, മെൻ്റൽ ബ്രാഞ്ച് എല്ലാം. അടുത്ത പോസ്റ്റീരിയർ സുപ്പീരിയർ ആൽവിയോലാർ. മാക്സില്ലയുടെ ആൽവിയോലാർ കനാൽസ് വഴിയാണ് ഇവ പാസ് ചെയ്യുന്നത്. ഇവ മോളാർ പ്രീമോളാർ ടൂത്തിനെയും അതുപോലെ തന്നെ മാക്സിലറി സൈനസിനെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻഫ്രാ ഓർബിറ്റൽ ഫൊറാമൻ വഴിയാണ് ഇവ പാസ് ചെയ്യുന്നത്. അപ്പർ ഇൻസിസർ, കെനൈൻ, ലാക്രിമൽ സാക്ക്, അപ്പർ ലിപ്പ് എന്നിവയൊക്കെ ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ പാലറ്റിൻ കനാൽ വഴി ഇവ പാസ് ചെയ്യുന്നുണ്ട്. പാലറ്റ്, ഗംസ് എന്നിവയെ സപ്ലൈ ചെയ്യുന്ന ഇവയുടെ ലെസ്സർ പാലറ്റൈൻ ബ്രാഞ്ച് സോഫ്റ്റ് പാലറ്റ്, ടോൺസിൽ എന്നിവയെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത ഫെരീഞ്ചൽ ബ്രാഞ്ചാണ്. ഫെരീഞ്ചൽ കനാൽ വഴിയാണ് ഇവ പാസ് ചെയ്തു പോകുന്നത്. നെയ്സോഫാരിങ്സിനെയും ഓഡിറ്ററി ട്യൂബിനെയും സ്പീനോയിഡ് എയർ സൈനസിനെയും ഇവ സപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത് സ്പീനോ പാലറ്റൈൻ ആണ്. ടെർമിനൽ ബ്രാഞ്ചായിട്ടുള്ള ഇവ സ്പീനോ പാലറ്റൈൻ ഫൊറാമൻ വഴിയാണ് പാസ് ചെയ്യുന്നത്. ഇവയുടെ പോസ്റ്റീരിയോ ലാറ്ററൽ നെയ്സൽ ബ്രാഞ്ച് ലാറ്ററൽ വാൾ ഓഫ് നോസിനെയും പാരാനേസൽ സൈനസിനെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റീരിയർ സെപ്റ്റൽ ബ്രാഞ്ച് നെയ്സൽ സെപ്റ്റത്തിനെയും സപ്ലൈ ചെയ്യുന്നു. ഇത്രയുമാണ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ്. ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇവ ബ്രെയിനിൻ്റെ ഒരു പ്രിൻസിപ്പൽ ആർട്ടറിയിൽ ഒന്നാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഐ റിലേറ്റഡ് സ്ട്രക്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പൽ ആർട്ടറി കൂടിയാണ് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്. ഇവയെ 4 പാർട്ടുകളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്: സെർവൈക്കൽ, പീട്രസ്, കേവേർണസ് ആൻഡ് സെറിബ്രൽ പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെർവൈക്കൽ പാർട്ടിൽ ഒരു ബ്രാഞ്ചസും ഇല്ല. ബാക്കിയുള്ള പാർട്ടുകളിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സെറിബ്രൽ പാർട്ട് മാത്രമാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. സെറിബ്രൽ പാർട്ട് ഫൊറാമൻ ലെസിഗ്രം വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇവയുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണ് പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ബ്രാഞ്ച്, ആൻറ്റീരിയർ കോറോയിഡൽ ബ്രാഞ്ച്, മിഡിൽ സെറിബ്രൽ ബ്രാഞ്ച്, ആൻറ്റീരിയർ സെറിബ്രൽ ബ്രാഞ്ച് ആൻഡ് ഓഫ്താൽമിക് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 4 ബ്രാഞ്ചും ബ്രെയിനെയാണ് സപ്ലൈ ചെയ്യുന്നത്. ബാക്കി ഓഫ്താൽമിക് ബ്രാഞ്ച് ഐസിനെയാണ് സപ്ലൈ ചെയ്യുന്നത്. മിഡിൽ സെറിബ്രൽ ബ്രാഞ്ചാണ് ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ തന്നെയുള്ള ലെൻറ്റിക്കുലോ സ്ട്രയേറ്റ് ബ്രാഞ്ച് ഉണ്ടാക്കുന്ന ത്രോംബോസിസ് ആണ് ഹെമിപ്ലീജിയ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സെറിബ്രൽ ത്രോംബോസിസ് ഉണ്ടാക്കുന്നത്. അതായത് ലെൻറ്റിക്കുലോ സ്ട്രയേറ്റ് ബ്രാഞ്ചിലുണ്ടാകുന്ന ത്രോംബോസിസിനാണ് നമ്മൾ സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ സ്ഥിരമായി റപ്ചർ ചെയ്യുന്ന ലെൻറ്റിക്കുലോ സ്ട്രയേറ്റ് ബ്രാഞ്ചിനെയാണ് നമ്മൾ ചാർക്കോട്ട്സ് ആർട്ടറി ഓഫ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്.
ഓർബിറ്റിനെ സപ്ലൈ ചെയ്യുന്ന മെയിൻ ബ്രാഞ്ചാണ് ഓഫ്താൽമിക് ആർട്ടറി എന്ന് പറയുന്നത്. അവയുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ് സെൻട്രൽ ആർട്ടറി ഓഫ് റെറ്റിന, ലാക്രിമൽ ആർട്ടറി, പിന്നെ മെയിൻ ട്രങ്കിൽ നിന്ന് എറൈസ് ചെയ്ത് വരുന്ന പോസ്റ്റീരിയർ സീലിയറി ആർട്ടറി, മീഡിയൽ പാൽപെബ്രൽ ആർട്ടറി, ഡോർസൽ നേസൽ ആർട്ടറി, സുപ്രാ ഓർബിറ്റൽ ആൻഡ് സുപ്രാ ട്രോക്ലിയർ ആർട്ടറി, പിന്നെ അതുപോലെ തന്നെ ആൻറ്റീരിയർ എത്മോയിഡൽ ആർട്ടറി. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടറിയെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത്. നമ്മൾ ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആർട്ടറീസുകളെ എല്ലാം തന്നെയും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻസിൽ നമ്മൾ കുറച്ച് വെയിൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. വെയിനിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ടെമ്പിൾ ആൻഡ് സ്കാൽപ്പ് ഏരിയയിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വരുന്ന സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ വെയിൻ പരോട്ടിഡ് സബ്സ്റ്റൻസിനകത്ത് വെച്ച് മാക്സിലറി വെയിനുമായിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് റിട്രോമാൻഡിബുലർ വെയിൻ. ഗ്ലാൻഡിൻ്റെ ലോവർ പാർട്ട് എത്തുമ്പോഴത്തേക്കും റിട്രോമാൻഡിബുലർ വെയിന് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ ആൻറ്റീരിയർ ഡിവിഷൻ ഫേസിൻ്റെ തന്നെ ലാർജസ്റ്റ് വെയിനായിട്ടുള്ള ഫേഷ്യൽ വെയിനുമായിട്ട് ജോയിൻ ചെയ്യുകയും കോമൺ ഫേഷ്യൽ വെയിൻ ഫോം ചെയ്യുകയും ചെയ്യും. ഈ കോമൺ ഫേഷ്യൽ വെയിന് പിന്നീട് ഇൻറ്റേർണൽ ജുഗുലാർ വെയിനിൽ ജോയിൻ ചെയ്യുകയും ഈ ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ ബ്രേക്കിയോസെഫാലിക് വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യുകയും ചെയ്യും. അതേസമയം ഇതിൻ്റെ പോസ്റ്റീരിയർ ഡിവിഷൻ പോസ്റ്റീരിയർ ഓറിക്കുലാർ വെയിനുമായിട്ട് ചേർന്നിട്ട് എക്സ്റ്റേണൽ ജുഗുലാർ വെയിനാണ് ഫോം ചെയ്യുന്നത്. ഈ എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ സബ്ക്ലേവിയൻ വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യുകയും ഈ സബ്ക്ലേവിയൻ വെയിൻ ആണ് പിന്നീട് ബ്രേക്കിയോസെഫാലിക് വെയിനിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ ബ്രേക്കിയോസെഫാലിക് വെയിനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബ്രേക്കിയോസെഫാലിക് വെയിൻ നേരെ ചെന്ന് സുപ്പീരിയർ വീന കാവയിൽ കൊണ്ടുപോയി ഡ്രെയിൻ ചെയ്യും. അങ്ങനെ സുപ്പീരിയർ വീന കാവ വഴി ഹാർട്ടിലേക്ക് ബ്ലഡ് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്.